തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് മേഘമലൈ. ഇപ്പോഴും പലർക്കും കേട്ടുപരിചയമില്ലാത്ത ഈ ഹിൽ സ്റ്റേഷനിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? ഈ ഹിൽ സ്റ്റേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. കൊച്ചിയിൽ നിന്ന് വാഗമൺ, വാഗമണിൽ നിന്ന് കുമിളി, കുമിളിയിൽ നിന്ന് കമ്പം, അവിടുന്ന് മേഘമലൈ, അങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾ പോകുമ്പം മേഘമലയിൽ ഹൈവേവിസ് ഡാം എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷൻ ഉണ്ട്, അത് ഇട്ടിട്ട് പോകുന്നത് നല്ലത്. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മേഘമലൈ എത്താൻ പറ്റും. മേഘമലയിലേക്കുള്ള ചുരം കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ അവർ നമ്മളുടെ ബാഗും എല്ലാം ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ലിക്കർ ഇതൊന്നും അലൗഡ് അല്ല. വൈകുന്നേരം 5:30 മുമ്പ് ഈ ചെക്ക് പോസ്റ്റ് എത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ കടത്തി വിടൂല. പിന്നെ രാവിലെ 6 മണി ആയിട്ടുള്ളൂ ഓപ്പൺ ചെയ്യുള്ളൂ. അവിടുന്ന് 18 ഹെയർ പിൻ ബെൻസ് കഴിഞ്ഞിട്ട് ആദ്യം കാണുന്ന ബിൽഡിംഗ് ആണ് ഈ ബ്ലൂ കളർ ബിൽഡിംഗ്. ഇതൊരു ഹോം സ്റ്റേ ആണ്, അയ്യപ്പൻ ഹോം സ്റ്റേ. ഇത് ബാച്ചിലേഴ്സിനൊക്കെ നിൽക്കാൻ പറ്റും. ഇവിടുന്ന് പിന്നെ ഒരു 3/4 മണിക്കൂർ ആക്ച്വലി പോകാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം. ഇവിടെ ചെറിയ ഹോം സ്റ്റേ സെറ്റപ്പുകളൊക്കെയാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ ടി എസ്റ്റേറ്റ് ബംഗ്ലാവ്സ് ഉണ്ട്, അതെടുക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങളതാണ് ബുക്ക് ചെയ്തത്. അത് വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണം. ഇത് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ മേഘമലൈ ഫുൾ ടി എസ്റ്റേറ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഈ ഒരു ടി എസ്റ്റേറ്റ് ഫുള്ള് ഒരു ഓണറിൻ്റെ ആണെന്നാണ് പറയുന്നത്. ഈ ഒരു മലയിൽ ആൾക്കാർ വളരെ കുറവാണ്. ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകാരുടെ എണ്ണവും കുറവാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെയാണ്. ഇവിടെ സ്റ്റേ ഒക്കെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മളുടെ മൂന്നാറൊന്നും പോലെ നിറച്ച ആൾക്കാർ ഇവിടെ ഇല്ലാത്തത്. അതുകൊണ്ട് നിങ്ങളൊരു പീസ്ഫുള്ളായ ഹിൽ സ്റ്റേഷനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ മേഘമലയിൽ വരാം. ഇവിടുത്തെ ബ്രയർ ടി എസ്റ്റേറ്റ് ബംഗ്ലാവിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇവിടെ 3 ബംഗ്ലാവ്സ് ഉണ്ട്. ഇതിൽ സാൻഡ് റിവർ ബംഗ്ലാവിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഈ മേഘമല എസ്റ്റേറ്റിൻ്റെ ഓണറിൻ്റെ സ്റ്റേ ആണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഈ സ്റ്റേ തന്നെ എടുക്കുക. ഇതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് വരുന്നതായിരിക്കും നല്ലത്. വേറെയൊക്കെ ചെറിയ സ്റ്റേ ഒക്കെയാണ് ഉള്ളത്. ഇവിടുത്തെ റൂമൊക്കെ അത്യാവശ്യം നീറ്റായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കിവിടെ ഒരു ദിവസത്തെ സ്റ്റേക്ക് 4830 രൂപയാണ് ആയത്. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു. അല്ലാതെ കഴിക്കുന്ന ഫുഡിനൊക്കെ നമ്മൾ എക്സ്ട്രാ ചാർജ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ കൊടുത്താൽ മതി. ഇവർ ഞങ്ങളോട് ലഞ്ച് വേണമെന്ന് വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിവിടെ ഉച്ച കഴിഞ്ഞപ്പോൾ എത്തിയത്. അപ്പോൾ ഒരു ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഈ മേഘമലയിലാകെ BSNL സിമ്മിന് മാത്രമേ റേഞ്ച് ഉള്ളൂ. പിന്നെ ഈ സ്റ്റേയിൽ വൈഫൈ ഉണ്ടായിരുന്നു. നിങ്ങളിങ്ങോട്ട് വരുമ്പം കുറച്ച് ക്യാഷായിട്ട് കയ്യിലെടുക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങാൻ വിചാരിച്ചു. ഇപ്പോൾ സമയം വൈകുന്നേരം 4 മണി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ 6 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നടന്നിങ്ങനെ അടുത്തൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ വിചാരിച്ചു. ഇനി മെയിൻ സ്ഥലങ്ങളൊക്കെ കാണാൻ നാളെ വണ്ടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അടുത്തുള്ളൊക്കെ ഒന്ന് കണ്ടിട്ട് വരണം. ഇപ്പോൾ ആക്ച്വലി നല്ല തണുപ്പുണ്ട്. 4 മണി ആയിട്ടുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട്. ലൈറ്റായിട്ടൊരു മഴ പോലെ ഉണ്ട്. അതുകൊണ്ടാണ് തൊപ്പിയൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്നത്. ഇവിടെ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളാണ് ഈ ഏരിയയിൽ ഫുള്ളുള്ളത്. ഇവിടെ വേറെ അങ്ങനെ താമസക്കാരൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഞാൻ വേറെ ആരെയും കണ്ടില്ല. ഫുള്ള് ഇതുപോലത്തെ കുറേ വീടുകളുണ്ടായിരുന്നു. എല്ലാം തേയില ഫാക്ടറിയിലും തേയിലത്തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയാണ്. இப்போ ஃபேக்டரி எங்க இருக்கு? ஃபேக்டரி வெனியார் ஃபேக்டரி ஒரு 3 கிலோமீட்டர் இருக்கு. பாட்டு வரலாம். நீங்க ஐபிஎல் தானே இருக்கீங்க? பாட்டு வரலாம். இல்லை நாளை பார்க்க. நாளைக்கு போங்க. சாப்பிட்டு நாளைக்கு போனீங்கன்னா சரியா இருக்கும். சரி. ഒരു ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് നിൽക്കാനാണ് താല്പര്യമെങ്കിൽ മേഘമലയാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. കേരളത്തിൽ നിന്ന് അധികം ദൂരവും ഇല്ല. നിങ്ങൾക്കിവിടെ വന്ന് സുഖമായിട്ടിങ്ങനെ ഇരിക്കാം. മഴയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ഭയങ്കര കോടിയായിരിക്കും ഇവിടെ. അങ്ങനെ തിരിച്ചങ്ങൾ റൂമിലെത്തിയപ്പോഴത്തേക്കും അവർ വൈകുന്നേരത്തെ ടീ സ്നാക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സ്നാക്സ് ഞങ്ങളുടെ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഉണ്ടാക്കിയത്.
ഈ സ്റ്റേയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. നല്ല രസമാണ് ഇതിന് ചുറ്റും കാണാൻ. ഫുൾ തേയിലത്തോട്ടാണ്. രാത്രിയിലത്തെ ഡിന്നറും ഞങ്ങളോട് ചോദിച്ചിട്ടാണ് അവരുണ്ടാക്കിയത്, നമ്മുടെ ഇഷ്ടപ്രകാരം. ഫുഡൊക്കെ ഈ സ്റ്റേയിൽ നിന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ വേറെ അധികം റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല. ആകെ ഒരു റെസ്റ്റോറൻറ്റേ ഉള്ളൂ. അത് നെക്സ്റ്റ് ഡേ വീഡിയോയിൽ കാണിച്ചു തരാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് 6:30 ഞങ്ങൾ എണീറ്റു. 7 മണിക്ക് ഇവർ ഞങ്ങളെ വാക്കിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആളുടെ കൂടെ മാത്രമേ പോകാൻ സമ്മതിക്കുള്ളൂ. ഇതൊക്കെ പ്രൈവറ്റ് ഏരിയ ആണ്. അപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് ഞങ്ങൾ ഡേ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളിവിടെ തന്നെ അടുത്തൊക്കെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരാളും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എസ്റ്റേറ്റൊക്കെ ഇങ്ങനെ നടന്ന് കാണിക്കും. അല്ലാതെ നമുക്ക് പോകാൻ പെർമിഷൻ ഇല്ല. ഇവരുടെ കൂടെ രാവിലെ വൈകുന്നേരം എപ്പോഴാണെന്ന് വെച്ചാൽ പോവാം. 1 മണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൽ കൂടി ഇപ്പം നടന്നിട്ട് നോക്കട്ടെ. ഞാൻ വിചാരിച്ചത് നല്ല കോടയിരിക്കുന്നതാണ് 7 മണിയൊക്കെ സമയത്ത്. പക്ഷേ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കോടയൊക്കെ പോയി. എനിക്ക് തോന്നുന്നു നല്ല ഏർലി മോർണിംഗ് ആണെങ്കിൽ കോടയൊക്കെ ഉണ്ടാവുന്നു. ആക്ച്വലി നല്ല തണുപ്പുണ്ട് ഈ ഒരു സമയത്തും. ഇപ്പം സമയം 7 കഴിഞ്ഞു. പക്ഷെ നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നുണ്ട് കോടയൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ കോട ഉണ്ടാവേണ്ടതാണ്. രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ ഫുൾ കോട മൂടി കിടക്കിയിരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആ സമയത്തേക്ക് റെഡി ആയത്. പക്ഷേ ഇതൊരു മഴയില്ലാത്ത ദിവസമായതുകൊണ്ട് തോന്നുന്നുണ്ട് ഇവിടെ ഫുൾ വെയിലായിരുന്നു. നല്ല മഴക്കാലത്ത് വന്നാൽ മാത്രമേ ഇവിടെ നല്ലൊരു വെതർ നമുക്ക് കിട്ടുള്ളൂ. ഒരു ജൂലൈ ഒക്കെ തൊട്ടിട്ട് നല്ല വെതറായിരിക്കുന്നതാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ഞങ്ങൾ പോയത് ഒരു ജൂൺ ലാസ്റ്റിലേക്കാണ്. അപ്പോൾ നിങ്ങൾ നല്ല മഴക്കാലത്ത് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ ഫുൾ കോടമൂടി കിടക്കും. ഒരു 10 അടി ദൂരത്തുള്ള ആളെപ്പോലും കാണാൻ പറ്റാത്തത്രയും കോടയിരിക്കുന്നതാണ് ഇവിടുത്തെ ഗൈഡൊക്കെ പറഞ്ഞത്. നല്ല മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഈ പുഴയൊക്കെ നല്ല നിറഞ്ഞു കവിഞ്ഞ് കിടക്കുന്നതാണ് അവർ പറഞ്ഞത്. ഇതിപ്പം മഴ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ പോയത്. അതുകൊണ്ടാണ് വെള്ളമൊക്കെ കുറവ്. ഇത് മാനിൻ്റെ അസ്ഥികളാണ്. മൃഗങ്ങളൊക്കെ കാട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ വരുന്നത് ഈ പുഴയിലേക്കാണ്. ഞങ്ങൾ മൃഗത്തെയൊന്നും കണ്ടില്ല. പക്ഷേ നല്ല മഴയത്തൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. മൊത്തം ചുറ്റിക്കാണാൻ ഞങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയി. അപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് തലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞ പ്രകാരം ഇഡ്ഡലിയും പൊടി ഇഡ്ഡലിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കി വെച്ചത്. അതൊക്കെ കൊള്ളായിരുന്നു. ഇവിടുത്തെ മേഘമലയിൻ്റെ ടീ പൗഡർ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. നമ്മളുടെ ആക്ടർ സൂര്യ അഭിനയിച്ച ജെബിയും ഫിലിം ഇവരുടെ തന്നെ ഈ മൺലാർ ബംഗ്ലാവിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സൂര്യൻ്റെ വീടായിട്ട് കാണിച്ച സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് ഈ ബംഗ്ലാവ്. അതുകൂടാതെ വേറെ കുറേ തമിഴ് ഫിലിംസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. നമ്മൾ സ്റ്റേയിൽ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ വെണ്ണിയാർ ടീ ഫാക്ടറി എത്താം. ഇതാണ് ഇവിടുത്തെ ടീ ഫാക്ടറി. ഇവിടെ ഒരാൾക്ക് 118 രൂപ എൻട്രി ഫീ ഉണ്ടായിരുന്നു. ഇവിടെ ഒരാൾ നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതൊരു 1 മണിക്കൂറോളം കണ്ടു തീർക്കാനുണ്ട്. ഇതാണ് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ സ്റ്റേ. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാതെ വരുന്നെങ്കിൽ ബാച്ചുലേഴ്സിനൊക്കെ ഇവിടെ വേണമെങ്കിൽ റൂമുണ്ടോ നോക്കിയിട്ട് സ്റ്റേ ചെയ്യാം. അതിന് ചാർജൊന്നും ഇല്ല. ഇവിടെ റെസ്റ്റോറൻറ്റ്സൊക്കെ വളരെ കുറവാണ്. ഉള്ളതിലൊരു നല്ല റെസ്റ്റോറൻറ്റ് പേച്ചിയമ്മാൾ ഹോട്ടലാണ്. അതുകൊണ്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ഇങ്ങോട്ട് വന്നു. ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഇവിടെ കിട്ടുള്ളൂ. ഇതൊരു ചെറിയ ഗ്രാമമാണ്. നമ്മളിനി മഹാരാജാമേട്ടിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴി 2 സൈഡും തേയിലത്തോട്ടാണ്. ഇത് ആക്ച്വലി ബൈക്ക് ട്രിപ്പ് വരാൻ പറ്റിയ റൂട്ടാണ്. കുറേ വളവും തിരിവും ഒക്കെ ഉള്ള റോഡാണ്. അതുകൊണ്ട് ബൈക്കേഴ്സിനൊക്കെ ഭയങ്കര നല്ലതായിരിക്കും. ഒരു 1/2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഈ മഹാരാജാമേട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തുമ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ വെയിലായിരുന്നു ഞങ്ങൾ എത്തിയപ്പം. നിങ്ങളൊരു 5 മണി കഴിഞ്ഞിട്ട് ചെല്ലുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് അന്ന് പോകേണ്ട ഡേ ആണെങ്കിൽ രാവിലെ 6 മണിക്ക് വന്നാലും നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞത്. ഒരു 5 മിനിറ്റ് മുകളിലേക്ക് നടക്കണം. ഇവിടെ ഇരിക്കുന്ന ഈ ആളുടെ അടുത്ത് നിന്ന് 20 രൂപേൻ്റെ എൻട്രി ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് വേണം മുകളിലേക്ക് കയറാൻ. അങ്ങനെ ഞങ്ങൾ ഈ മഹാരാജാമേട്ടിൻ്റെ മുകളിലെത്തി. ഇതിൻ്റെ മുകളിലെത്തിയാൽ ഫുൾ സിറ്റി നമുക്ക് കാണാം. ഞാൻ കാണിച്ചു തരാം. ഒരു ഏരിയ മാത്രം കുറേ വീടുകളിലെ
അവിടെ കുറച്ച് എഴുന്നിട്ട് പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ കുറേ ചേച്ചിമാർ ഇങ്ങനെ തേയില പറിക്കുന്നുണ്ടായിരുന്നു. ഈ തേയില പറിക്കാൻ പ്രത്യേക ഒരു മെഷീനൊക്കെ ഉണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. റോഡിലേക്ക് ഇറങ്ങിയ ഈ ഒരു കട മാത്രമേ ഉള്ളൂ. ഈ ചേട്ടൻ്റെ കടയിൽ 10 രൂപയ്ക്ക് ചുക്ക് കാപ്പി കിട്ടും. അതും കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് തിരിച്ച് 5:30 മുന്നേ ചെക്ക് പോസ്റ്റ് കിടക്കാനുണ്ടായിരുന്നു. ഈ ട്രിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.